നമസ്കാരം. മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര തലസ്ഥാനത്തെത്തിയപ്പോൾ ഇതാ തലസ്ഥാനത്തിന് ഒരു വളരെ വലിയ സമ്മാനം നൽകിയിരിക്കുന്നു. ആരെങ്കിലും അറിഞ്ഞോ? KSRTCയുടെ ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിച്ചു. എത്ര പേരറിഞ്ഞു? കാരണം നവകേരള യാത്രയും അതിൻ്റെ പിന്നിലുള്ള ഈ പോലീസ് സംഘടനകളും ലാത്തി ചാർജും ഒക്കെയാണ് ഇപ്പോൾ വാർത്ത. ഇതിനിടയിൽ കൂടി ഈ ബഹളങ്ങളിൽ കൂടി അതായത് തീ കത്തുമ്പോൾ അതിൽ നിന്നും കുറച്ച് കഴുക്കോലൂരിയെടുക്കാം എന്ന് ചിന്തിക്കുന്നത് പോലെ ഇപ്പോഴിതാ KSRTCയുടെ ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. മുമ്പ് ഇതേ ഗവൺമെൻറ് പറഞ്ഞിരുന്നത് ടിക്കറ്റ് ചാർജ് കുറയ്ക്കുമെന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ പട്ടണത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലൂടെ സർവീസ് നടത്തുന്നുണ്ട്. അത് സിറ്റി സർക്കുലറായിട്ടാണ് ആ സർവീസ് നടത്തുന്നത്. ഇലക്ട്രിക് സ്വിഫ്റ്റ് വാഹനം, KSRTCയുടെ സ്വിഫ്റ്റ് വാഹനം. ആ സ്വിഫ്റ്റ് വാഹനം ഇതുവരെ ഉണ്ടായിരുന്ന അതിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 10 രൂപയായിരുന്നു. ഏത് യാത്രയും എവിടം വരെ പോകണമെങ്കിലും 10 രൂപ, എവിടെ നിന്ന് കയറിയാലും 10 രൂപ, ഇവിടെ ഇറങ്ങണമെങ്കിലും 10 രൂപ, തുടക്കം മുതൽ അവസാനം വരെ യാത്ര ചെയ്താലും 10 രൂപ. അതായിരുന്നു ആ ബസ്സിൻ്റെ ടിക്കറ്റ് ചാർജ്. അപ്പോൾ ഈ ടിക്കറ്റ് ചാർജ് നിന്നപ്പോൾ അതിന് വളരെ സ്വീകാര്യത ഉണ്ടായി. ജനങ്ങൾ ധാരാളം പേർ ആ വാഹനത്തിൽ യാത്ര ചെയ്യാൻ തുടങ്ങി. നല്ല ലാഭത്തിലാണ് ആ വാഹനം, ഇലക്ട്രിക് വാഹനം ഓടുന്നത്. ഒരു വാഹനം, ഞാൻ ആ കണ്ടക്ടർമാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ഒരു വാഹനത്തിന് ഒരു ദിവസം 7,000-8,000 രൂപ വരെ കളക്ഷൻ ലഭിക്കുന്നുണ്ട് എന്നതാണ് കിട്ടുന്നത്. അപ്പം നല്ല ഒരു കളക്ഷനാണ് ഈ വാഹനം. ഇത് ചെലവും കുറവാണ്, ഇലക്ട്രിക് വാഹനമാണ്. അതുകൊണ്ട് ചെറിയ ഇട റോഡുകളിൽ കൂടെയൊക്കെ ഇത് യാത്ര ചെയ്യും. ആൾക്കാർക്ക് എവിടെയും യാത്രാ സൗകര്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് നല്ലതായിരുന്നു, ജനങ്ങൾ സ്വീകരിച്ചു. അപ്പോൾ നമ്മുടെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി പറഞ്ഞത് ഈ 10 രൂപ എന്ന് പറയുന്നത് 5 രൂപയാക്കും ഞങ്ങൾ. അതാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഗവൺമെന്റാണ്, അതുകൊണ്ട് ഇതിനെ ഞങ്ങൾ 5 രൂപയാക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ജനങ്ങൾ അതൊക്കെ വിശ്വസിച്ചു. 5 രൂപ ആക്കുമായിരിക്കും, ആക്കട്ടെ എന്ന് വിചാരിച്ചു. 10 ആയാലും കുഴപ്പമില്ല, നമുക്ക് സൗകര്യം ഉണ്ടല്ലോ എന്നാണ് ജനങ്ങൾ വിശ്വസിച്ചത്. എന്തായാലും 5 ആക്കുമെന്ന് മന്ത്രി പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചു. പക്ഷേ ഇപ്പോൾ മന്ത്രി 5 രൂപയാക്കുമെന്ന് പറഞ്ഞ മന്ത്രി 10 രൂപ 15 രൂപയാക്കി ഉയർത്തിയിരിക്കുന്നു. അതുമാത്രമല്ല, പലപ്പോഴും പല ട്രിപ്പുകളും കൃത്യമായിട്ട് ഓടുന്നില്ല. ചില റൂട്ടിൽ കൂടി ഓടുന്ന വാഹനം ചില ദിവസങ്ങളിൽ കൃത്യമായിട്ട് ആ റൂട്ടിൽ നിന്നും പെട്ടെന്നാണ് ആ റൂട്ട് മാറ്റി മറ്റൊരു റൂട്ടിലേക്ക് വിട്ടു എന്നറിയുന്നത്. അപ്പോൾ ആ വാഹനത്തെ കാത്തു നിൽക്കുന്നവർ ആ വാഹനം ഇല്ല എന്നറിയുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നു ഇവിടെ. അതെല്ലാം സംഭവിച്ച ഈ കഴിഞ്ഞ 2 ദിവസം 3 ദിവസത്തിന് മുമ്പാണ്. ഈ 3-4 ദിവസം മുമ്പ് നമ്മുടെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ രാജ എഴുന്നള്ളത്ത്, ഈ രാജ സദസ്സിൻ്റെ പങ്കെടുക്കാൻ വേണ്ടിയുള്ള രാജ എഴുന്നള്ളത്ത് തലസ്ഥാനത്ത് നഗരിയിൽ വർക്കലയിൽ കാലുകുത്തിയതിൻ്റെ അന്നാണ് KSRTCയുടെ ഈ ചാർജ് വർധന. ഇത് വലിയ ഒരു സമ്മാനം വേണമെങ്കിൽ ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തിച്ചതിൻ്റെ സമ്മാനമായിട്ടാണ് ഇപ്പോൾ KSRTC സ്വിഫ്റ്റ് വാഹനത്തിൻ്റെ, ഇലക്ട്രിക് വാഹനത്തിൻ്റെ, ഈ സിറ്റി സർവീസ് വാഹനത്തിൻ്റെ ചാർജ് കൂട്ടിയിരിക്കുന്നത്. അത് കേരളത്തിലെ അല്ലെങ്കിൽ തിരുവനന്തപുരം പട്ടണത്തിലെ ജനങ്ങൾ എത്ര പേർ അറിഞ്ഞു കാണുമെന്നല്ല അറിയുക. കാരണം നമുക്ക് കിട്ടി ഈ തിരുവനന്തപുരത്തെത്തിയപ്പോൾ നല്ലൊരു സമ്മാനം. 5 രൂപയാക്കുമെന്ന് പറഞ്ഞ ടിക്കറ്റ് 15 രൂപയാക്കി ഉയർത്തി. പോരെ?